ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് ഓണം കളക്ഷനാണ്. നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ വന്നിട്ടുള്ളത്. സെമി ടസർ അല്ലെങ്കിൽ സെമി സിൽക്ക് ആ ഒരു ബേസിൽ വരുന്ന സാരീസാണ്. ഒരു പ്രത്യേക തരം ലൈറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അതിന് ഇതേപോലത്തെ വീവിങ് ഡിസൈൻ വരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. ഇത് മാത്രമല്ല, പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. അതിൻ്റെ പല്ലുമൊക്കെ ഫുൾ നിങ്ങൾക്കത് കണ്ടോ, വീവിങ്ങിലാണ് എല്ലാം വന്നിട്ടുള്ളത്. ആ ഒരു ഗോൾഡൻ ഡിസൈൻ, അതായത് ഇതൊരു ഗോൾഡൻ ബേജ് ഷെയ്ഡ് പോലെയാണ് വന്നിട്ടുള്ളത്. പല്ലു ഇതേപോലെ ടാസിലൊക്കെ കൊടുത്തിട്ട് ഇതേപോലെ എൻഡിൽ കണ്ടോ നല്ലൊരു ഗോൾഡൻ കസവും വരുന്നുണ്ട്. ഈ ഫ്ലോറൽ പ്രിൻറ്റ് മുഴുവൻ വീവിങ് ആണ് വരുന്നത്. അത് സാരിയിലുടനീളം ഈ ഒരു സൈഡിൽ കുഞ്ഞൊരു ബോർഡർ കണ്ടോ, ഇതേപോലെ ഇതൊക്കെ വീവിങ്ങിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതൊരു സെമി ടസർ പോലത്തെ ഫാബ്രിക്, ഇത്തിരി ഒരു സിൽക്കിയും കൂടിയാണ്. കണ്ടോ, അത് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. ഈ ഒരു ഏരിയയിൽ കണ്ടോ ഇതേപോലെയാണ് വർക്ക് വരുന്നത്. വീഡിയോയിൽ കൂടെ ഇതിൻ്റെ ഭംഗി എത്രത്തോളം അറിയുന്നുണ്ടെന്ന് അറിയില്ല. നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നല്ല ആൻറ്റിക് ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. നമുക്ക് ഓണം സെലിബ്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. ഇങ്ങനെയാണ് താഴെ ഭാഗത്ത് ഫുൾ ഇതേപോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. കണ്ടോ, ഈ ഒരു വർക്കിനാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസും വരുന്നത്. അതിൻ്റെ ഒരു ഭംഗിയും അതിലാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയാണ്. മുകളിൽ കൊടുത്ത അതേ ഒരു പാറ്റേൺ ഇവിടെയും വരുന്നുണ്ട്. കൂടാതെ ഇവിടെ ഇതേപോലെ ഫുൾ താഴെ ഇതേപോലത്തെ ഡിസൈനാണ്. എല്ലാം വീവിങ്ങിലാണ് വരുന്നത്. കണ്ടോ, പ്രിൻ്റ് അല്ല, വീവിങ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഫുൾ വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. കണ്ടോ, ബോഡിയുടെ അതേ ഒരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാരിയുടെ മുകൾ ഭാഗത്ത് കണ്ട അതേ ഒരു പാറ്റേണിൽ തന്നെയാണ്. അപ്പോൾ സാരി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. കണ്ടോ, ഇവിടെ ഒരു തിന്നായിട്ടുള്ള ആ ഒരു നല്ലൊരു വീവിങ് ആണ് വന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ്, സെയിമാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഞൊറിഞ്ഞിട്ടാലൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഉടുത്ത് കാണിച്ചാൽ ഒന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നല്ലൊരു ചോക്കറോ അല്ലെങ്കിൽ ഒരു ലോങ് ചെയിനോ നല്ല ഭംഗിയുള്ള ട്രഡീഷണൽ ഓർണമെൻറ്റ്സും അല്ലെങ്കിൽ മോഡേൺ ഓർണമെൻറ്റ്സ് ഇട്ടാലും ഒന്നും കുഴപ്പമില്ല. നല്ല ഭംഗിയായിരിക്കും. ആൻറ്റിക്കൊക്കെ ആണെങ്കിൽ സൂപ്പറായിരിക്കും. നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലുമാണ് കേട്ടോ. ഒരു സെമി ടസർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഒരു സിൽക്കിയും കൂടെ ഒരു ഫീലിംഗ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു സിൽക്കി ഫീലിങ്ങിൽ വരുന്ന സാരിയാണ്. റേറ്റ് വരുന്നത് 2800 ആണ്, 2800 കേട്ടോ. അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ്. പിന്നെയും ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കിട്ടുമെന്നറിയില്ല. അത്രയും ഡിമാൻഡുള്ള ഒരു സംഭവമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് കിട്ടണില്ല. ഞാൻ കൂടുതൽ ഓർഡർ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 2800 ആണ്, 2800 ആണ്. നമുക്ക് ഓണം പരിപാടിക്ക് മാത്രമല്ല, എന്ത് ഫങ്ഷൻ വെയർ ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സാരീസ് കാണാം. ഇത് നമ്പർ 2 ആണ്. നല്ലൊരു സാരിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നതാണ്. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ്. ലൈൻ പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. മാത്രമല്ല ഇതൊരു ഹാഫ് ആൻഡ് ഹാഫ് ഡിസൈനിൽ വരുന്ന സാരിയാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയാണ്. ഇങ്ങനെ വരും സാരി ഉടുത്ത് വരുമ്പോൾ. നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ്, നല്ല ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് ബ്ലൂ, മെറൂൺ, ബ്ലാക്ക്, പീക്കോക്ക്, പിങ്ക്, ഏത് കളർ കണ്ടോ ഇങ്ങനെയാണ്. ഹാഫ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതായത് ആ ഒരു ഗോൾഡൻ സെറി പോലത്തെ വരും. ഇത് കോട്ടണിൽ തന്നെയാണ് വരുന്നത്. ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. അങ്ങനെ ഒതുങ്ങാത്ത ടൈപ്പല്ല, നല്ല സോഫ്റ്റ് കോട്ടൺ. നല്ല ഇപ്പോൾ ഓണം കളക്ഷൻസ് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണും ടിഷ്യൂ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ഉടുക്കാനുള്ള ഒരു കംഫർട്ടബിൾ ഭയങ്കര പ്രധാനമാണ്. പിന്നെ മാത്രമല്ല ഉടുക്കുമ്പോൾ നല്ല ഒതുങ്ങി വൃത്തിക്ക് നിൽക്കുന്ന മെറ്റീരിയലും ആവണം. അതാണ് എല്ലാവരും കൺസിഡർ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ലൈൻ വന്ന് പിന്നെ അടിയിലും ഈ ഒരു ഗോൾഡൻ സെറി പോലെ വന്ന് ടാസിൽ 2 കളറിലുള്ള
ടാസിലാണ് വന്നിട്ടുള്ളത്. ടാസിൽ വരുമ്പോൾ തന്നെ സാരിയുടെ ലുക്കേ മാറും, നല്ലൊരു ഭംഗിയായിരിക്കും. ഇങ്ങനെയാണ് ഹാഫ് പോർഷൻ വരുന്നത്. പിന്നെ ഹാഫ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് നമുക്ക് ഒട്ടും സ്റ്റാർച്ചൊന്നും ഇല്ലാത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ റേറ്റ് 999 ആണ് വരുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. കണ്ടോ, ഹാഫ് പ്ലെയിൻ ആയിട്ടാണ് വരിക, ഒരു ഡിസൈനും ഇല്ല. നല്ലൊരു ക്രീം ഷെയ്ഡിൽ വരുന്ന സംഭവമാണ്. പിന്നെ സാരിയുടെ ഹാഫ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഫുൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഉടുത്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. പല്ലു വരുന്നത് ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ്. ഇതിൻ്റെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസ് ഇതിൽ നിന്ന് കട്ട് ചെയ്യാണ്ടിരിക്കുകയാവും നല്ലത്. അപ്പോൾ സാരിക്ക് നല്ല ഞൊറിയൊക്കെ എടുത്ത് നല്ല ലെങ്ത്തിൽ നമുക്ക് എന്താ പറയുക, ഇവിടെ ആ മുന്താണിയൊക്കെ നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റും. വേണമെന്നുള്ളവർക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഈ ഒരു ഗോൾഡൻ കളർ ടിഷ്യൂ ബ്ലൗസ് ഉണ്ടെങ്കിലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രൊക്കേഡ് നമ്മുടെ കയ്യിൽ പട്ടുസാരിയുടെയൊക്കെ ബ്ലൗസ് അല്ലെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് സിൽക്കി ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ഞൊറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി അറിയുക. ഇതിന് നല്ല ട്രഡീഷണൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും. റേറ്റ് 999 ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട്, വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. കാരണം ഇതൊക്കെ ഈ ഒരു റേഞ്ചിലും കൂടി ആവുമ്പോൾ പിന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇനി വരാൻ പോകുന്ന സംഭവം കൂടിയാണ്. അപ്പോൾ നല്ല എൻക്വയറി ആയിരിക്കും, പെട്ടെന്ന് തീരും. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. 999 റേറ്റാണ്. 999 ആണ് കേട്ടോ. ഇനി അടുത്തത് സാരി നമ്പർ 3 ആണ്. നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത്. നമുക്ക് ഓണത്തിനും അത് കഴിഞ്ഞിട്ടും ഫങ്ഷൻ വെയർ ആയിട്ടോ അമ്പലത്തിൽ പോകാനോ എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള, ഉടുക്കാൻ അത്രയും സുഖമുള്ള സാരിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. നമ്പർ 3 ആണ്. ഇങ്ങനെ വരും സാരി കേട്ടോ. ഇത് 1 ലെയറിൽ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇങ്ങനത്തെ ഒരു ബിഗ് മോട്ടീവ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ലൊരു റിച്ച് ലുക്കാണ്. നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ഒരു നല്ല ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. നമുക്ക് ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ എന്ത് ഫങ്ഷന് വേണമെങ്കിലും ഉടുക്കാൻ നല്ലതാണ് കേട്ടോ. ഓഫീസിലേക്കാണെങ്കിലും കണ്ടോ, ഇങ്ങനെ വരും. ഞൊറിഞ്ഞൊടുത്ത് വരുമ്പോൾ ഇങ്ങനെ വരും. ഒരു മെറൂണിഷ് കൈൻഡ് ഓഫ് കളറാണ്. ഇതേപോലെ നല്ല രസമായിട്ടുള്ള സാരിയാണ്. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇവിടെ ഈ അതിൻ്റെ കളറ് കറക്റ്റ് അറിയുന്നുണ്ട്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ റണ്ണിങ് ആയിട്ടാണ്. സ്ലീവ്സിൽ വെക്കാൻ ഇതേപോലത്തെ സംഭവം വരും കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. ഈ വിത്ത് ബ്ലൗസ് ആണെങ്കിലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ ബോർഡറിലെ കളറ് നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ അങ്ങനെയും വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. അതിലിതാ വലിയ മോട്ടീവ്സ് ഡിസൈനും കൂടെ വരുന്നുണ്ട്. നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോൾ. ഞൊറിഞ്ഞൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും കേട്ടോ. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സാരി. റേറ്റ് വരുന്നത് 1440, 1440 ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഈ ബോർഡറിലുള്ള കളറും ചിലതിൽ ഈ ഒരു മോട്ടീവ്സിലും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അടുത്തത് നമ്പർ 4 ആണ്. അതിൻ്റെ ഒരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഞാൻ ഡബിൾ ലെയറായിട്ടാണ് ഇട്ടിട്ടുള്ളത്. 1 ലെയറിലാവുമ്പോൾ ഇതേപോലെ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ്. ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്ത ടൈപ്പ്. നല്ല ഒതുങ്ങി കിടക്കുന്ന, നമ്മൾ ഉടുക്കുന്നത് എങ്ങനെയാണോ അതേപോലെ നല്ല ഭംഗിക്ക് നിൽക്കുന്ന സാരിയാണ് കേട്ടോ. ഇതേപോലെ വരിക. ഗ്രീൻ കളറാണ് വരുന്നത്. റേറ്റ് സെയിം ആണ്. 1440, 1440 ആണ് കേട്ടോ. ഇത് ഗിഫ്റ്റ് ചെയ്യാനും അമ്മമാർക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നേരത്തെ കണ്ട ആ ഒരു സെയിം പാറ്റേൺ, കളറിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. പല്ലു ദാ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് പോലെ റണ്ണിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇതേപോലെ സ്ലീവ്സിൽ വെക്കാനുള്ള ബോർഡറൊക്കെ വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഗ്രീൻ കളർ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് 1440, 1440. അടുത്തത് നമ്പർ 5 ആണ്. ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ.
ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ബ്രോഡായിട്ടുള്ള ബോർഡർ ഇപ്പോൾ ഭയങ്കര ഇന്നായി നിൽക്കുന്ന സംഭവമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അത് ഉടുക്കുമ്പോൾ. കണ്ടോ, ഇതേപോലെ വരും. ഞൊറിഞ്ഞൊക്കെ കൊടുത്ത് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാരിയാണ്. എല്ലാവർക്കും ചേരും കേട്ടോ, ഏത് ഏജുകാർക്കും ചേരുന്ന സംഭവമാണ്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയാണ്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ആയിട്ട് കേട്ടോ. സ്ലീവ്സിൽ ഇതേപോലെ വരും. റേറ്റ് സെയിം ആണ്, 1440 കേട്ടോ. 1440. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി നമുക്ക് അടുത്ത സാരി. അടുത്തത് നമ്പർ 6 ആണ്. ഇതിൻ്റെ ഒരു മോട്ടീഫിൻ്റെ ഒരു ഡിസൈനിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഒരു മോട്ടീഫിലുള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ. ഇതൊരു റൗണ്ട് പാറ്റേണിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ. എല്ലാം നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാരി. നമ്മൾ ഇതേപോലത്തെ വേണം എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സാരിയാണ് കേട്ടോ. നല്ല രസമായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോൾ. അത് നല്ല ഭംഗിയിൽ ഉടുത്ത് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഈ കളറ് ബ്ലൗസ് ഇടുകയാണെങ്കിലും സൂപ്പറായിരിക്കും കേട്ടോ. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ആണെങ്കിലും കുഴപ്പമില്ല. ഈ കളറാണ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയുള്ള സാരികളാണ് കേട്ടോ. കണ്ടോ, പല്ലു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പല്ലു. നല്ലൊരു റിച്ച്നെസ് ഉണ്ട്. നമുക്ക് ഓണത്തിന് മാത്രമല്ല അല്ലാതെയും ഫങ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1440 കേട്ടോ. 1440. ബ്ലൗസ് റണ്ണിങ് ആണ്. സ്ലീവ്സിൽ ഇതേപോലെ വരും. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് നമ്പർ 7 ആണ്. ഇതും ഒരു റൗണ്ട് പാറ്റേണിൽ തന്നെയാണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക കേട്ടോ. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്, ഒരു വയലറ്റ് പർപ്പിൾ ഷെയ്ഡാണ്. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു റൗണ്ട് പാറ്റേൺ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. നമുക്ക് എപ്പോഴും ഓണം വിഷുവിനൊക്കെ ആ ഒരു ട്രഡീഷണൽ കളേഴ്സാണ് നമ്മളെപ്പോഴും നോക്കുക. ഡാർക്ക് ഗ്രീൻ, ഡാർക്ക് മെറൂൺ, അത് വിട്ടിട്ടൊരു കളിയില്ല അല്ലേ. എന്നാൽ ഇത്തിരി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കണവർക്ക് അല്ല, ഗ്രീനും റെഡും ഒക്കെ ഒരുപാടുണ്ട്. ഇനി ഇല്ലാത്ത കളർ നോക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ സജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ വരും. നല്ല സോഫ്റ്റാണ് കേട്ടോ ഉടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കംഫർട്ടബിളായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്. റേറ്റ് 1440. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയിലത്തെ ലാസ്റ്റ് സാരി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ ഈ കസവിലും ടിഷ്യൂലും ഗോൾഡിലൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ വീവിങ്ങിൽ കുഞ്ഞ് ത്രെഡ് പുള്ളിങ്ങും സ്ക്രാച്ചസൊക്കെ സാരികളിൽ, ഈ ഓണം സ്പെഷ്യൽ സാരികളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതതിൻ്റെ മേക്കിങ്ങിൽ അങ്ങനെ വരുന്നതാണ്, ഡാമേജ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ സാരീനെ പറ്റി എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. അതേപോലെ വീഡിയോയിൽ കാണുമോ നേരിട്ട് കാണുമോ തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഓണം കളക്ഷൻസും അല്ലാത്ത സാരീസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.